Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. Your future spouse ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് വരുന്നത്, എന്താണ് നിങ്ങളുടെ മാരേജ് ആൻഡ് നെക്സ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം, ഓർ മാരേജ് സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുന്ന ആളുകളായിരിക്കാം. എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, ആ വ്യക്തിയെ പറ്റി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ നമ്മളിവിടെ 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഏത് കാർഡിനോടാണോ ഏത് പിക്ചറിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ജെൻട്രിക് റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ റെസനേറ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടേക്കാം. ഓൾറൈറ്റ്, സോ സെലക്ട് എ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hey, group number 1, your future spouse. ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് വരുന്നത്, എന്താണ് നിങ്ങളുടെ അടുത്ത റിലേഷൻഷിപ്പിനെ പറ്റി, മാരേജ് ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ അടുത്ത റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, മാരേജ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ഒരുപാട് എക്സ്പാൻഡ് ചെയ്യുന്ന മെമ്മറീസ് തരുന്ന റിലേഷൻഷിപ്പാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഹാർട്ട് ചക്ര ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വൺ ആൻഡ് ഓൺലി ലവ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ഓക്കെ ഇതായിരുന്നു നിങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ച് നടന്നത് എന്ന് തോന്നുന്ന, അത്രയൊരു ഇഷ്ടം തോന്നുന്ന, അത്രയൊരു ഇമോഷണൽ കണക്ഷൻ തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക് അടുത്തതായിട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ചില ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം ഇത് നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണർ ആണ്. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്താൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ഇമ്പോസിബിൾ ആണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷേ ലൈക്ക് ഗ്രാജുവലി നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ളതോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പ്, ഒരു സീരിയസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു മാരേജ് സിറ്റുവേഷനിലേക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പുതിയ റൊമാൻസ് ആയിരിക്കണം. ഓൾറൈറ്റ്, secret admirer, someone has deeper feelings for you than they are letting on. സോ നിങ്ങൾക്കറിയാം, ചില ആളുകൾക്കറിയാം ഇത് നിങ്ങളൊരു ക്രഷ് ആണ്, നിങ്ങളോട് തോന്നുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നതെന്നല്ല, സ്പെഷ്യലി നിങ്ങളോട് തോന്നുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തോന്നുന്ന ഒരു വ്യക്തി ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ വെരി സൂൺ, ഓർ അങ്ങനെയായിരിക്കും നിങ്ങളൊരു മാരേജ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഈ വ്യക്തിയെ മീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ വ്യക്തി നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ഒരു ക്രഷ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, നല്ലൊരു ഫീലിങ്സ് ആ വ്യക്തിക്ക് നിങ്ങളടുത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രസൻസ് നിങ്ങളെ കാണുന്ന സമയത്തായിരിക്കാം അവരും അവരുടെ ഹാർട്ട് ഒരുപാട് ഓപ്പൺ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഓക്കെ, ഹാർട്ട് ചക്ര, അതായത് അവരും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. മേ ബി നിങ്ങളെ മീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം. ഓൾറൈറ്റ്, കാരണം നിങ്ങൾക്കോ അവർക്കോ ഇതിനു മുൻപ് എന്തെങ്കിലും റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് വരിക അല്ലെങ്കിൽ ഇതുപോലത്തെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന പേഴ്സണോ. ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ ഒരു വ്യക്തിനെ കാണുന്ന സമയത്ത്, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് രണ്ടുപേർക്കും ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഇമോഷണലി എടുക്കാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ രണ്ടുപേരും വളരെ ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓൾറൈറ്റ്, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, അച്ഛനമ്മമാരായിരിക്കാം. ഓക്കെ, ലവേഴ്സ് ആയിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓൾറൈറ്റ്, വൺ ആൻഡ് ഓൺലി ലവ് എന്നൊക്കെ പറയുന്നത് പോലെ മുൻപ് എത്ര റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ വർക്ക് ആവാത്ത സിറ്റുവേഷൻസ് ഉണ്ട്, അതൊന്നും അവിടെ ഒരു ബാധകമാവുന്ന ഒരു കാര്യമല്ല. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, യുവർ ഫ്യൂച്ചർ സ്പൗസ്. What you need to know about your future spouse. Alright, വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ജോബ് റിലേറ്റഡ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വലിയ ബുദ്ധിമുട്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണുന്നുണ്ടായിരിക്കാം. ഓർ മേ ബി നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുന്ന ഒരു ടൈമിലും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടമാവുകയാണ് എന്ന് തോന്നുന്ന സമയത്തായിരിക്കാം ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യക്തിയുടെ എൻട്രി ഉണ്ടാവുന്നത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, your future spouse.
what you need to know about your future spouse. ഈ വ്യക്തി ഒരു ഐഡിയൽ പാർട്ട്ണർ ആവാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, എല്ലാ രീതിയിലും ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം. ഓൾറൈറ്റ്, എസ്പെഷ്യലി ആളുകളുടെ മുന്നിൽ, സൊസൈറ്റിയുടെ മുന്നിലൊക്കെ ആളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം. ഓർ ഈവൻ സൊസൈറ്റിയിൽ ഒരു എന്തെങ്കിലും ഒരു നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. ഓക്കെ, നിങ്ങളെക്കാളും എൽഡർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഓർ ഈവൻ നിങ്ങൾ സെയിം ഏജോ നിങ്ങളെക്കാളും യങ് ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതോ കുറച്ച് സീരിയസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കൈൻഡ് ഓഫ് ബിഹേവിയർ ആയിരിക്കാം. ഓക്കെ, ഈ വ്യക്തി വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇൻസൈഡ്, പക്ഷെ അത് അവർ വാക്കുകൾ കൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് പലപ്പോഴും കുറവായിരിക്കാം. ഓക്കെ, സോ അവരുടെ ഒരു വേ ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് രീതിയിലായിരിക്കാം. ഓക്കെ, ഒരുപാട് സംസാരിച്ചിട്ട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതല്ല, ബട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തിയുടെ ഒരു ഇമോഷണൽ ഫീലിങ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആ വ്യക്തി നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, പൊതുവെ അധികം സംസാരമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി ഓപ്പൺ അപ്പ് ആയിട്ട് വരാൻ കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ടായിരിക്കണം. കാരണം ഈ വ്യക്തി ആക്ച്വലി നിങ്ങൾ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ഈ വ്യക്തി എന്തൊക്കെ പൊസിഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ വ്യക്തി ഡിസേർവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യോ എന്നുള്ള തോട്ട്സ് മേ ബി ഉണ്ടായിരിക്കണം. കാരണം ഈ വ്യക്തി നിങ്ങളെ കാണുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവരൊരുപാട് ട്രിഗർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അവരുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം, അവരുടെ ഒരു ലൈഫ് ഹാബിറ്റ് കൊണ്ടായിരിക്കാം അവർ പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ, ഈവൻ അവർക്ക് ഒരുപാട് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഇനീഷ്യലി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നിങ്ങളടുത്ത് വരുന്ന സമയത്ത് ദാൻ യൂഷ്വലി ഈ വ്യക്തി ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിയുടെ ഒരു വേ ഓഫ് എക്സ്പ്രഷൻ ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, ഒരുപാട് ഫിസിക്കൽ മൂവ്മെന്റ്സ് ആയിരിക്കാം, ഫിസിക്കൽ ഇന്റിമസി ആയിരിക്കാം അവർ ഒരുപാട് നിങ്ങളെടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇത് സിംഗിൾ പാരന്റ് ആയിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ സിംഗിൾ പാരന്റ് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഈ ഒരു വ്യക്തി സിംഗിൾ പാരന്റ് ആയിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സണെയാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ഓൾറൈറ്റ്, ഓർ ഈ വ്യക്തി നല്ലൊരു അച്ഛനോ അമ്മയോ നല്ലൊരു ഹസ്ബൻഡ് നല്ലൊരു വൈഫ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആക്കാൻ നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഫിസിക്കലി ഒരുപാട് കംഫർട്ടബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഒരുപാട് അഡിക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ വ്യക്തി ഓൾറെഡി നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഒരുപാട് അഡിക്ഷൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് കംഫർട്ട് സോൺ ആണ് അവർക്ക്. നിങ്ങളുടെ അടുത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ അവർക്ക് ഇതിന് മുൻപ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്താണ് അവർ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുക. നമ്പർ 1, യുവർ ഫ്യൂച്ചർ സ്പൗസ്. ടിപ്പ് നമ്പർ 1 ആക്ച്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന് മുൻപ്, സ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില ഡിസിഷൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു ഫ്യൂച്ചർ സ്പൗസിനെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇതിന് മുൻപുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു അഡ്മിറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു സമയം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം, റൈറ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം ഓൾറെഡി ചില ആളുകൾക്ക് അറിയാം ആരാണ് നിങ്ങളെ ഇതുപോലെ അഡ്മയർ ചെയ്യുന്നത് എന്നുള്ളത്. അവർ ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങളടുത്ത് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. യുവർ ഫ്യൂച്ചർ സ്പൗസ് ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാള് നന്നായിട്ട് സംസാരിക്കുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഒരാള് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്ത് മനസ്സിലാക്കി ചെയ്യാൻ കഴിവുള്ള പേഴ്സൺ ആയിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് തീരുമാനം എടുക്കുന്നത് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുള്ളതായിരിക്കാം. സോ നിങ്ങളുടെ പേഴ്സൺ അത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുമായിരിക്കാം. ഓക്കെ, രണ്ടുപേരും മേ ബി നിങ്ങളുടെ ഒരു ചില ആളുകൾ നിങ്ങളുടെ ഒരു ലേറ്റ് ഏജ് അല്ലെങ്കിൽ മിഡ് ഏജിലായിരിക്കാം ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ലേറ്റ് ആയോ, മാരേജിന് ലേറ്റ് ആയോ എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു മിഡ് ഏജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ലെവലിലായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത ശേഷമായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നിങ്ങളും വരുന്ന സമയത്താണ് രണ്ടുപേരും അതേ ഒരു ലെവലിലാണ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഈവൻ നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലത്തെ ഒരു നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റാൻഡേർഡിലോ ലൈഫ് സ്റ്റൈലിലോ ഇതുപോലത്തെ ഒരു ഇൻഡിപെൻഡൻസിൽ
ഫേസിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ മാരേജ് എന്ന് പറയുന്നത്. സോ വെരി സൂൺ, ഇപ്പൊ നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഒരു കല്യാണ സിറ്റുവേഷനിലേക്ക് വരിക എന്നുള്ളതല്ല. കാരണം അതിനിടയ്ക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ, ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകള് ചില അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഒക്കെ എൻഡ് ആക്കിയിട്ട് നിങ്ങളുടെ ലൈഫിലോ ലൈഫ് സ്റ്റൈലിലൊക്കെ നിങ്ങൾ ഒരുപാട് ചേഞ്ച് വരുത്തിയതിനു ശേഷമായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഹു ഇസ് യുവർ ഫ്യൂച്ചർ സ്പൗസ്? Your marriage, your future spouse. Oh my God. See, the emperor and the empress. So ഒരു പെർഫെക്റ്റ് കപ്പിൾ, മെച്ചൂർഡ് ആയിട്ടുള്ള കപ്പിൾസ് ഓർ ദ ഐഡിയൽ കപ്പിൾ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓൾ ഓഫ് സഡൻ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്തെ അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ട് എല്ലാം റൈറ്റ് പ്ലേസിലായിട്ട് പോവുക എന്നുള്ളതല്ല. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരുപാട് സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾ ഇതുപോലത്തെ ഒരു ഫാമിലി നിങ്ങൾ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതൊന്നും ഓവർകം ചെയ്ത് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഒരു പാർട്ട്ണറാണ്, നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ്, നിങ്ങൾ വരേണ്ടതായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് മേ ബി ചില ആളുകൾ ഓൾറെഡി അറിയാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ അറിയാം, പക്ഷെ അതെങ്ങനെ ഒരു മാരേജിലേക്ക് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് വേറെ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും മേ ബി നിങ്ങൾക്ക് അങ്ങനെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം എന്നുള്ളതല്ല. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾ വെക്കാതെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫ് ചേഞ്ചിലേക്ക് വരിക. നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ വളരെ മെച്ചോർഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ലൈഫ് സ്റ്റൈലിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഡ്രസ്സിംഗ് ആയിരിക്കാം, അവരുടെ ഒരു നേച്ചർ ആയിരിക്കാം. ഓക്കെ, അവരുടെ ഒരു ജസ്റ്റേഴ്സ് എല്ലാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി വ്യക്തി നിങ്ങൾ എങ്ങനെയാണോ അതിൽ ഒരുപാട് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഈ വ്യക്തി ഓൾറെഡി നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളായിരിക്കാം. ആൻഡ് ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ, ഇതൊരു കൈൻഡ് ഓഫ് ഡെസ്റ്റിനി ഓർ കൈൻഡ് ഓഫ് റീയൂണിയൻ. ഓക്കെ, കൈൻഡ് ഓഫ് പാസ്റ്റ് ലൈഫ് പാർട്ട്ണർ. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മേജർ ആയിട്ട് എന്തെങ്കിലും ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, ലൈക്ക് കർമ്മ. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് പോവുക എന്നുള്ളതല്ല, നിങ്ങളുടെ എൻറ്റയർ റിലേഷൻഷിപ്പ് പാറ്റേൺ നോക്കുന്ന സമയത്ത് എല്ലാം ഈസി ആയിട്ട് പോവുക എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ സ്ട്രഗിൾ ഒക്കെ ഓവർകം ചെയ്തിട്ട് വളരെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫാമിലി ലൈഫിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പേഴ്സൺ നിങ്ങൾ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളായിരിക്കാം, മേ ബി സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, ഒരു ടൈമിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പേഴ്സണും ആയിരിക്കാം. മേ ബി ഒരു ആഫ്റ്റർ ലോങ് ടൈം ആയിരിക്കും നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ ആ ഒരു ടൈമിൽ അത് വർക്ക് ആയിട്ടുണ്ടാവില്ല. ആൻഡ് അഗെയിൻ നിങ്ങൾ ഒരു ഡെസ്റ്റിനി പോലെ തന്നെ നിങ്ങൾ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതിനിടയ്ക്ക് നിങ്ങളുടെ ലൈഫിലും ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഓർ ട്രയാങ്കിൾ സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക. സോ ആ ഒരു സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നത്. നമ്പർ 1, ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊക്കെയോ ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവില്ല നിങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇങ്ങനത്തെ ഒരു ഇഷ്ടം ഉണ്ട് എന്നുള്ളത് അറിയാം, ഇങ്ങനത്തെ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷനിലേക്ക് വരാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയുമെന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 1-2 സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1, യുവർ ഫ്യൂച്ചർ സ്പൗസ്. സോ ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് ന്യൂ സ്റ്റാർട്ടാണ്, ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ചിലത് നിങ്ങൾക്ക് ഇനിയൊരു റിലേഷൻഷിപ്പിലേക്ക് വരാനും അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണം, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ
ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള ഒരു എല്ലാ ഹോപ്പും ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളൊരു ബൗണ്ടറി വെക്കുന്നുണ്ട്, ഒരു ബ്ലോക്ക് വെക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കാം ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. Alright, group number 1, your future spouse. അവരുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ഫിസിക്കൽ അപ്പിയറൻസ്. Alright, again എന്തെങ്കിലും കൈൻഡ് ഓഫ് റൊമാൻറ്റിക് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളൊരു മാരേജ് ലൈഫിലേക്ക് ചിന്തിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, അത് ഈവൻ നിങ്ങൾ രണ്ടുപേരും തുറന്നു പറഞ്ഞൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും ഇത് കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്കൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ വീണ്ടും വരാം. കാരണം നിങ്ങൾ ഈവൻ നിങ്ങൾ ഒരു ടൈമിൽ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ അതിനിടയ്ക്ക് നിങ്ങൾ രണ്ടുപേരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരും പഠിപ്പിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, സ്പെഷ്യൽ ആണ്, റെയർ ആണ്, യൂണിക് ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന പുതിയ പേഴ്സൺ ആണ്. നിങ്ങൾക്ക് ആ ഒരു കൈൻഡ് ഓഫ് യൂണിയൻ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത് ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്നുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, മാരേജ് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകൾ, ആ ഒരു ഡെസ്റ്റിനിയുള്ള ആളുകൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു റൊമാൻറ്റിക് ലൈഫ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്തൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നത്. അവിടെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റാത്ത പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് തന്നെ അതിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം. ബട്ട് ട്രസ്റ്റ് മീ എന്തെങ്കിലുമൊക്കെ മിറാക്കിൾസ്, എന്തെങ്കിലുമൊക്കെ ഒരു ഡിവൈൻ ടൈമും ഡിവൈൻ പ്ലാനിങ് കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പാർട്ട്ണർ, ഫ്യൂച്ചർ സ്പൗസിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഈ വ്യക്തി അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിൽ കൂടെ പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അവരുടെ ഫാമിലിക്ക് എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഫാമിലിക്ക് അത്ര സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് സ്ത്രീ ആണെന്നുണ്ടെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രഗിൾ, ആ ഒരു എന്ത് എഫേർട്ട് എടുക്കാനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഒരു ഫാമിലിക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും എന്തും സാക്രിഫൈസ് ചെയ്യാനും എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓൾറൈറ്റ്, സന്തോഷമായിട്ട്, അതൊരു ബേർഡൻ ആയിട്ട് ഒന്നുമല്ല. സോ നിങ്ങൾക്ക് ആ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പേഴ്സൺ വളരെ ഇൻട്രോവേർട്ട് ആയിട്ട്, അല്ലെങ്കിൽ വളരെ എക്സ്പ്രസ് ചെയ്യാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ വ്യക്തി നിങ്ങളടുത്ത് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരുപാട് വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അതുവരെ അധികം സംസാരിക്കാത്തൊരു പേഴ്സൺ നിങ്ങളടുത്തായിരിക്കാം പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുക. കാരണം ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ അഡ്മയർ ചെയ്യുന്നതാണ്. സോ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് ഈ വ്യക്തിക്ക് സ്വഭാവത്തിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇനീഷ്യലി നിങ്ങൾക്ക് ചില സ്ട്രഗിൾ ഉണ്ടാവും. കാരണം നിങ്ങൾ മേ ബി ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം, വാക്കുകൾ കൊണ്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, സോ ആ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇനീഷ്യലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഗ്രാജുവലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി നിങ്ങൾ എങ്ങനെയാണോ അതിൽ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, സോ ആ വ്യക്തി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല, സന്തോഷപൂർവ്വം ചില മാറ്റങ്ങൾ അഡോപ്റ്റ് ചെയ്യാനും ആ വ്യക്തി തയ്യാറാവുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഈ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ വൺ ആൻഡ് ഓൺലി പാർട്ട്ണർ ആയിട്ട് കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ്. അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. ഓക്കെ, സോ ആളുടെ ഒരു ഫിസിക്കൽ നേച്ചർ നോക്കുന്ന സമയത്ത് ആൾ മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. മീഡിയം ഹൈറ്റ് ഉള്ള പേഴ്സൺ ആയിരിക്കാം. ആളുടെ ഹെയറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം. ഒന്നുകിൽ കളർ ചെയ്തിട്ടുള്ള ഹെയർ ആയിരിക്കാം, അല്ലെങ്കിൽ കേളി ഹെയർ ആയിരിക്കാം. സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഗോഡസിന്റെ ഒക്കെ ഒരു ഹെയർ പോലത്തെ ഒരു സ്റ്റൈൽ സ്ട്രക്ചർ. ഓക്കെ, അല്ലെങ്കിൽ ക്വീനിന്റെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ പോലത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ, കേളി ആയിട്ടുള്ള ഹെയർ. ഓക്കെ, മെൻ ആണെന്നുണ്ടെങ്കിൽ മേ ബി അവരുടെ ഹെയറിന് എന്തെങ്കിലും കളർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. കളർ ചെയ്തിട്ടുണ്ടായിരിക്കണം ഹെയർ. ഓക്കെ, ഹെയറിന് എന്തെങ്കിലും പ്രത്യേകത, പെട്ടെന്ന് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ വ്യക്തി ആയിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരാണ് മെയിൽ, അവരായിരിക്കാം റിലേഷൻഷിപ്പിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ ഓർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കാം.
ഒരു മെയിൽ ആണ്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആരാണ് ഫീമെയിൽ, അവരുടെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്പിയറൻസ്, അവർ ചെയ്യുന്ന ഒരു കാര്യം, അവരുടെ സ്റ്റാൻഡേർഡ് ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അതാണ് ഒരു റീസൺ ഈ ഒരു വ്യക്തി ഇത്ര ഒരു അട്രാക്റ്റീവ് ആവുന്നത്. ഓക്കെ, ഇപ്പം ഈവൻ നിങ്ങൾ മെയിലാണ് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള്, നിങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്ന ഒരു കാര്യങ്ങള്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഒരുപാട് ഈ വ്യക്തി അഡ്മയർ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, what you need to know about this person. എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ കോൺവെർസേഷൻ, സംസാരമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇനീഷ്യലി ആരെങ്കിലും ഒരാള് കുറച്ച് സംസാരം കുറവായിരിക്കാം, പക്ഷെ മറ്റേ ആളുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് സംസാരം കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംസാരം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന കഴിവുള്ള ആളുകളാണ്. പക്ഷെ ഒരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തായിരിക്കാം ഇതുപോലത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ലെറ്റ്സ് ടേക്ക് ഫ്യൂ മോർ മെസ്സേജ്. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഓക്കെ, സോ എപ്പോഴാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, എന്തൊക്കെയായിരിക്കും അവരുടെ ഒരു ഫിസിക്കൽ നേച്ചർ, എങ്ങനെയായിരിക്കാം, ഓക്കെ, അവരുടെ ഒരു അപ്പിയറൻസ്, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? നിങ്ങൾക്കുള്ള മെസ്സേജ് ദിസ് ഇയർ. ഓക്കെ, സോ ഈ വർഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്, എസ്പെഷ്യലി മാരേജ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ആരാണോ മെയിൽ, അവരായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് അറിയാം, ചില ആളുകൾക്ക് അറിയാം ഇതാണ് എന്റെ ഒരു സ്പൗസ്, റൈറ്റ് പാർട്ട്ണർ, എന്റെ ഒരു വൈഫ് മെറ്റീരിയൽ, ഹസ്ബൻഡ് മെറ്റീരിയൽ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പക്ഷെ ചില കൺഫ്യൂഷൻസ്, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്ന ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് മേ ബി ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ചില ആളുകൾക്ക് നിങ്ങൾ ഈവൻ അത് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഒക്കെ മേ ബി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, വളരെ ലോയൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, എക്സ്ട്രോവേർട്ട്. ഓക്കെ, വളരെ കൂടുതൽ സംസാരിക്കുന്ന, വളരെ സോഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അവരുടെ ഒരു സംസാര രീതിയൊക്കെ, ജസ്റ്റേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വളരെ പ്ലസന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, മേ ബി ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഒരു ഡോഗ് ഇൻവോൾവ് ആണ്. ഓക്കെ, വളരെ ലോയൽ ആണ്. ഓക്കെ, വളരെ പ്ലസന്റ് ആണ്. ഈ വ്യക്തി നിങ്ങളിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്ന സമയത്തും അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേഴ്സൺ ആയിരിക്കാം. ചെറിയ ചെറിയ കാര്യത്തിൽ പോലും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളാണ് ആക്ച്വലി ഒരു വ്യക്തിയുടെ ഒരു വേൾഡ് എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ അടുത്ത് അത്രയ്ക്കും ഇന്റിമസി കാണിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓക്കെ, സോ അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. ഇത് നിങ്ങളുടെ ഒരു റൊമാൻസ് ഓഫ് ലൈഫ് ടൈം, അല്ലെങ്കിൽ നിങ്ങളുടെ വൺ ആൻഡ് ഓൺലി ലവ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. Take one more message. What you need to know about your future spouse. Alright. ഈ വ്യക്തി മേ ബി സ്പെക്സ് യൂസ് ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം, ഗ്ലാസസ്. ഓൾറൈറ്റ്, ഒരുപാട് ഗ്ലാസസ് ഒക്കെ ഇഷ്ടമുള്ള പേഴ്സൺ ആയിരിക്കാം. ആളുടെ കണ്ണിന് എന്തെങ്കിലും ഗ്ലാസ് വെയർ ചെയ്യേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. കണ്ണിന് എന്തെങ്കിലും പ്രത്യേകത ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, മേ ബി ഒരുപാട് റീഡ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ജോബ് അങ്ങനെയായിരിക്കാം, സിസ്റ്റത്തിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. എന്തെങ്കിലും എവിടെയാണോ അയാൾ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ലീഡ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, ഓർ മേ ബി എന്തെങ്കിലും ഗവൺമെന്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ഓർ ഏതെങ്കിലും കൺട്രിയുടെ ഏതെങ്കിലും അതോറിറ്റിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഓൾറൈറ്റ്, ഓർ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അങ്ങനത്തെ എന്തെങ്കിലും പൊസിഷനിലേക്ക് വരാൻ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. ഓൾറൈറ്റ്, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങളെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, എടുക്കാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hey, ഗ്രൂപ്പ് നമ്പർ 2, യുവർ ഫ്യൂച്ചർ സ്പൗസ്. ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ അടുത്ത റിലേഷൻഷിപ്പ്, എങ്ങനത്തെ പാർട്ട്ണറാണ്, എങ്ങനത്തെ റിലേഷൻഷിപ്പാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. സോ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ലൈറ്റ്, ഒരുപാട് ഫയർ കൊണ്ടുവരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. മേ ബി മോസ്റ്റ്ലി ഈ വ്യക്തി ഒരു ഫയർ സൈൻ ആയിരിക്കാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഓക്കെ,
വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഒരിക്കലും ഒരു ബോറായിട്ട് തോന്നില്ല. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു എന്റർടൈൻമെന്റ് തരുന്ന ഒരു പേഴ്സൺ ആണ്. എസ്പെഷ്യലി ലൈഫിനോട് ഒരുപാട് ക്രേവ് തോന്നാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. ഓക്കെ, ആ ഒരു കുട്ടിത്തം ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ആക്ടിവിറ്റീസ്, ഒരുപാട് എൻജോയ്മെന്റ്, ഒരുപാട് സന്തോഷം, ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും ഈ വ്യക്തിക്ക് ചില പ്ലേസിൽ നിങ്ങൾക്ക് ആ ഒരു സ്പാർക്ക് കൊണ്ടുതരാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്പാർക്ക് അല്ലെങ്കിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് തോന്നാൻ കാരണം നിങ്ങളുടെ എന്ത് ലൈഫ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അത്ര സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്ത് സിറ്റുവേഷൻ വരുന്ന സമയത്തും അതൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൊമാൻസ്, ലവ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഡിഫറെന്റ് ഫോമിൽ. ഓക്കെ, ഇതുവരെ നിങ്ങൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് അങ്ങനെയല്ല, ഈ വ്യക്തിയുടെ അടുത്തുള്ള ഒരു സ്നേഹം, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മേ ബി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ലവ് സിറ്റുവേഷൻ ആയിരിക്കില്ല. ഡെഫിനറ്റ്ലി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ അത്രയ്ക്ക് കാലം കണ്ടിട്ടുള്ള ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് ആയിരിക്കില്ല. ഡിഫറെന്റ് ആയിട്ട് ലൈഫിനോടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരിക്കാം. ഒരുപാട് യാത്ര ചെയ്യുന്നതായിരിക്കാം. സഡൻ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയായിരിക്കാം. മേ ബി നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു ഫയർ നേച്ചർ നിങ്ങളിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, transformation. Your relationship with one another is about to deepen. Love conquers and transform all things. Alright, സോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ ബേൺ ചെയ്യുന്ന കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്. സോ ഇവിടുന്ന് ഉണ്ടാവുന്ന എന്ത് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും അവിടുന്ന് നല്ലതാണെന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹെൽത്തി ഈഗോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ എന്റെ പാർട്ട്ണർ വളരുന്നത് പോലെ തന്നെ എനിക്കും വളരണം എന്നുള്ള ഒരു തോട്ട്, ഒരു ഫയർ ആക്ച്വലി ഉണ്ടാവുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടും സെൽഫായിട്ടും ഗ്രോത്ത് കൊണ്ടുവരാൻ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ലൈഫൊക്കെ പോകുന്നത് പോലെ പോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഈ വ്യക്തിയുടെ ഈ ഒരു നേച്ചർ നിങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് ആക്ച്വലി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ഇത്ര കാലമായിട്ട് നിങ്ങൾ വിചാരിക്കും ഓക്കെ നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, നിങ്ങൾക്കും പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തി ലൈഫിൽ വരുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോമിലായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് തരുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, വളരെ യങ് ആയിട്ടുള്ള നേച്ചറുള്ള വ്യക്തിയായിരിക്കാം. വളരെ ഫിസിക്കലി ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. അത് മേ ബി സ്പോർട്സിലായിരിക്കാം. കാരണം ഈ വ്യക്തി വളരെ ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതോ ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ വരുന്ന പേഴ്സൺ ആയിരിക്കാം. അതായത് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാം. ഓക്കെ, വളരെ സ്ലോ അല്ലാണ്ട് പതുക്കെ, അവർക്ക് ഒരുപാട് ടൈം വേണ്ട, അവർക്കൊന്നും ഒരു ക്ഷമ ഉണ്ടാവില്ല മേ ബി. കാരണം അവര് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഇപ്പൊ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, സോ ഒന്നിനും കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ മേ ബി ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. ഓൾറൈറ്റ്, your ഫ്യൂച്ചർ സ്പൗസ് ലൈഫിൽ അങ്ങനെ ഈസി ആയിട്ട് ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ലൈഫിലും എന്തെങ്കിലും വളരെ സ്ട്രഗിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ ഒക്കെ അവർ പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ലൈഫിൽ ഒരുപാട് ചലഞ്ച് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ പറ്റിയിട്ട്, ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? ഓക്കെ, ഗ്രേറ്റ്. സോ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, ഫാമിലി. മേ ബി ഇത് നിങ്ങളുടെ ഫാമിലി എന്നുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സർക്കിൾ എന്നുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. മേ ബി സോഷ്യൽ മീഡിയ, നെയ്ബർ. ഓക്കെ, സോ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ആയിക്കൊള്ളണം എന്നില്ല. മേ ബി നിങ്ങൾ അടുത്തടുത്തുള്ള നാട്ടിൽ നിന്നൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. ഫാമിലി ആയിട്ട് അറിയുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ചെറുപ്പത്തിലേ അറിയുന്ന ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങളൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം ഈ വ്യക്തി. ഓൾറൈറ്റ്, ഓർ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് ആ ഒരു ഫാമിലി, ഒരു ഹോം ഫീലിങ്സ് ഡെഫിനറ്റ്ലി തോന്നും, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട്. ആൻഡ് മെയിൻ ആയിട്ട് ഈ ഒരു വ്യക്തിയിലേക്ക് വരുന്ന സമയത്തായിരിക്കും മേ ബി നിങ്ങളുടെ ലൈഫൊക്കെ വളരെ സീരിയസ് ആക്കി കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നേച്ചർ മേ ബി അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സെക്യൂർ ആയിട്ട് തോന്നാണ്, എന്തും ചെയ്യാനുള്ള ഒരു കറേജ് ഉണ്ടാവാണ്. കാരണം ഈ വ്യക്തി അങ്ങനെ ഒതുങ്ങി പോകുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. ഓക്കെ, വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ലൈക്ക് എ ചൈൽഡ്. ഓക്കെ, ഒരു കുട്ടീനെ പോലെ പല കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം. സോ ഇങ്ങനത്തെ ഒരു പാർട്ട്ണറുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കുട്ടിയും ആക്ച്വലി അവേക്കൻ ആവുകയാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാനും
ട്രാൻസ്ഫോം ചെയ്യാനും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ട്രിഗർ ആയിട്ട് തോന്നാം. ഓക്കെ, ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇനീഷ്യലി മേ ബി എന്തെങ്കിലും പേടിയായിട്ട് തോന്നാം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, ഈ ഒരു വ്യക്തിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പല വിശ്വാസങ്ങളും ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അത് ആക്ച്വലി നിങ്ങൾക്ക് വേണം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നുണ്ട്, സെൽഫ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ട്രോമ സിറ്റുവേഷൻ ഒക്കെ ഒരുപാട് ഹീൽ ചെയ്യാൻ ഈ വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, മേ ബി ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. ഓക്കെ, മേ ബി വ്യക്തി വർക്ക് ചെയ്യുന്നത് ദൂരസ്ഥലത്തായിരിക്കാം. മേ ബി നിങ്ങൾ ഓൾറെഡി എൻഗേജ്ഡ് ആയിരിക്കാം. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങൾ ഓൾറെഡി എൻഗേജ്ഡ് ആണ്. മേ ബി നിങ്ങൾ മാരേജിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിയെ. സോ നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കണം, പരസ്പരം ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനോ ഓർ നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ, ആളുകൾ പറയുന്ന കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഈ വ്യക്തി ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഏതെങ്കിലും സോഷ്യൽ സൈറ്റ് വഴിയായിരിക്കാം മേ ബി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓർ മീഡിയ വഴി, ഓർ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, സ്കൂൾ മേറ്റ്, കോളേജ് മേറ്റ്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അറ്റ്ലീസ്റ്റ് സെയിം നാട്ടിലൊക്കെ ഉള്ള ആളുകളായിരിക്കാം. സോ നിങ്ങൾ മേ ബി റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നിന്നിട്ടുള്ള ഒരേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, ഒരേ സ്കില്ലിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ സെയിം ഏജ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, സെയിം ഏജ് ഓർ നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള പേഴ്സൺ ഓർ സെയിം ഏജ്. ഓക്കെ, സോ മേ ബി ഈ വ്യക്തി എന്തെങ്കിലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം. ഈ വ്യക്തി എന്തെങ്കിലും യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങളെ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ദിസ് കുഡ് ബി അറേഞ്ച് മാരേജ്. ഇത് മേ ബി ഒരു അറേഞ്ച് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങൾക്കോ ആ വ്യക്തിക്കോ കല്യാണമൊക്കെ നോക്കുന്ന സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മേ ബി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, നിങ്ങൾ ഫാമിലിയിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ട്, മേ ബി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടോ ജോബ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ലോങ് ഡിസ്റ്റൻസിൽ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ തിരിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും ഫംഗ്ഷന്റെ ഭാഗമായിട്ടോ, ഓർ നിങ്ങളുടെ വീട്ടിൽ ഈ വ്യക്തി ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലി നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ ചില ആളുകൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടം ഏതെങ്കിലും സമയത്ത് തോന്നിയിട്ടുണ്ടായിരിക്കണം. പല തവണയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മേ ബി റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അതൊന്നെങ്കിൽ ഈ ഒരു വ്യക്തി കാരണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. അത് ഈവൻ ആ വ്യക്തിക്കുമായിരിക്കാം. ഓക്കെ, ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഫ്ലോ കൊണ്ടുവരാൻ ഈ ഒരു പേഴ്സൺ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു വീട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഹോം, ഒരു വീട്ടിലൊക്കെ താമസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ അറിയുന്ന പേഴ്സൺ ആണ്. സോ ഒരു റിലേഷൻഷിപ്പ് പല തവണ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, വർക്ക് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ മേലൊരു വിശ്വാസം ഉണ്ടാവില്ല മേ ബി, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ മേലൊരു വിശ്വാസം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ആക്ച്വലി എൻറ്റയർലി ഡിഫറെന്റ് ആണ് നിങ്ങളുടെ തോട്ട്സ്. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ സോഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, ഒരുപാട് ആളുകളുടെ ഒരു അഡ്മിറേഷൻ ഉള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, സോഷ്യലി ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. സോ ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ടായിരിക്കണം. ഒരുപാട് ആളുകളായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ഒന്നുകിൽ പൊളിറ്റിക്സ് ആയിരിക്കാം, അയാളുടെ ഒരു ടാലന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. മേ ബി ഈ പേഴ്സൺ ഒരു സ്റ്റാർ ആയിരിക്കാം. ഓൾറൈറ്റ്, ഏതെങ്കിലും രീതിയിൽ.
സോ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഡൗട്ട് ഉണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വർക്ക് ആവോ എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ആക്ച്വലി ഒരു വിശ്വാസം ഉണ്ടാവില്ല. ഓർ മേ ബി ഇനീഷ്യലി അങ്ങനത്തെ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ. പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഗ്രാജുവലി നിങ്ങൾ ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്തോ വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു നേച്ചർ മേ ബി നിങ്ങളോ ഈ ഒരു വ്യക്തിയോ കാണിച്ചിട്ടുണ്ടായിരിക്കണം. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയൊരു കോൺഫിഡൻസ് മേ ബി നിങ്ങൾക്ക് പരസ്പരം ഉണ്ടാവാത്തത് ഒരു ടൈം വരെ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു പൊസിഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ മേലൊരു ട്രസ്റ്റ് ഇല്ലാത്തത്. കാരണം നിങ്ങൾ വിചാരിക്കും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം. ആരാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്, വളരെ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻ ഉള്ളതായിട്ട് തോന്നുന്നത്. ഓക്കെ, പക്ഷെ ഗ്രാജുവലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ രണ്ടുപേരും വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. എസ്പെഷ്യലി ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ വ്യക്തി ഒരുപാട് സോഷ്യലി വരേണ്ട ആളാണ്. ഓക്കെ, ഒരുപാട് കഴിവുള്ള പേഴ്സൺ ആണ്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ആൻഡ് നിങ്ങളെയും അതേ ലെവലിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഒരുപാട് പുറത്തേക്ക് നിങ്ങളുടെ ഈവൻ നിങ്ങളുടെ ടാലന്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളും ആ ഒരു ലെവലിലേക്ക് കണക്ട് ചെയ്യാൻ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ടിപ്പ് നമ്പർ 2. ഓക്കെ, സോ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടാവില്ല, വളരെ യങ് ആയിട്ടുള്ള കപ്പിൾ. ഓക്കെ, ഈവൻ നിങ്ങൾ ഏത് ഏജ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഒരു യങ് എനർജി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ഒരുപാട് അഡ്മയർ ചെയ്യാൻ കാരണം നിങ്ങൾക്കും അതുപോലത്തെ എന്തൊക്കെയോ ഒരു കാര്യങ്ങള് ഈ വ്യക്തിക്ക് അങ്ങനെ അഡ്മയർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഉള്ളത് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ വലിയ രീതിയിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത്, ഈ ഒരു വ്യക്തി ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളും ഒരുപാട് അറിയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, ഓർ നിങ്ങളുടെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ്, ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ടാലന്റ് ഉള്ള വ്യക്തിയായിരിക്കാം, പക്ഷെ ആരെങ്കിലും ഒരാൾ വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനും ഉണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി കാരണം. അത് മെയിൻ ആയിട്ട് ഈ ഒരു വ്യക്തി കാരണമാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചില ആളുകൾക്ക് നിങ്ങളായിരിക്കാം ആ ഒരു ഫെയിമിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങളായിരിക്കാം ആ ഒരു ഫയർ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടുപേർക്കും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഫയർ നേച്ചർ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്താണ് അത് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ പാഷനിൽ അത്ര ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ഇനീഷ്യലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടെങ്കിലും ഗ്രാജുവലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഹെൽത്തി ആയിട്ട് ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യലി നിങ്ങൾ ഒരേ വിഷയമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഒരേ വിഷയം പഠിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഒരേ സെയിം പെർഫോം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട്. മേ ബി നിങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരിക്കാം, രണ്ടുപേരും ഡോക്ടേഴ്സ് ആയിരിക്കാം, രണ്ടുപേരും ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഓക്കെ, സോ അവിടെ രണ്ടുപേർക്കും ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ സെയിം പ്രൊഫഷനിൽ വരുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അങ്ങനെയായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ടിപ്പ് നമ്പർ 2, what you need to know, എന്തെങ്കിലും ഒരു റിഗ്രറ്റിന്റെ മേലെ ആയിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇനീഷ്യലി നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പരസ്പരം നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരു ദേഷ്യം ഒക്കെ ഉണ്ടായിരിക്കാം, ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. സോ പരസ്പരം വാക്കുകൾ കൊണ്ട് ഹേർട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ടെൻഡൻസി ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. പക്ഷേ ഗ്രാജുവലി നിങ്ങൾ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് എടുക്കുന്നുണ്ട്. അത് ഈവൻ നിങ്ങളൊരു ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ, ഒരു അറേഞ്ച് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ മസ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് ആക്ച്വലി നല്ലതാണ്. നിങ്ങളുടെ ഫാമിലിക്ക് ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനാണെന്നുണ്ടെങ്കിലും. ഓൾറൈറ്റ്, കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ചില പൊസിഷന്, നിങ്ങളുടെ ഒരു ഇമോഷണൽ സിറ്റുവേഷന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഇമോഷണലി ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, പല കാര്യങ്ങളും ഇമോഷണലി എടുക്കുന്ന പേഴ്സൺ ആയിരിക്കാം, പല കാര്യങ്ങളും സ്നേഹം കൊണ്ട്
ഡീൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. സോ പല സിറ്റുവേഷനിൽ നമുക്ക് സ്നേഹം അപ്ലിക്കബിൾ അല്ല അല്ലെ. സോ അവിടെ ചില കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കണം, അവിടെ ചില കാര്യങ്ങളിൽ ആ ഒരു ഗ്രോത്ത് ഉണ്ടാവണം. സോ ഈ വ്യക്തി നിങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ എങ്ങനെ ആ ഒരു സിറ്റുവേഷന് പുറത്തേക്ക് വരാൻ, ലൈഫ് ഒന്ന് ഡിഫറെന്റ് ആയിട്ട് കാണിക്കാൻ ഈ വ്യക്തിയുടെ നേച്ചർ ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള പേഴ്സൺ ആണ്. വാഹനത്തിനേക്കാൾ കൂടുതൽ ഒരുപാട് സ്പോർട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ വരുന്ന അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, റണ്ണിങ് ആയിരിക്കാം, ട്രെക്കിംഗ് ആയിരിക്കാം, ഓക്കെ, ഹണ്ടിങ്. ഓൾറൈറ്റ്, മേ ബി ഈ വ്യക്തിക്ക് ബുള്ളറ്റ് ഉണ്ടായിരിക്കണം, 2 വീലർ, അത്ലറ്റിക് ആയിട്ടുള്ള ബോഡി, ഫിറ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കാം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോഡി ടൈപ്പ് ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക്. ആളുടെ ഒരു ഡ്രസ് ചെയ്യുന്ന രീതി ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കണം. ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അത് അയാളുടെ ജോബിന്റെ ഭാഗമായിട്ടായിരിക്കാം, ഓർ ഒരു പാഷന്റെ ഭാഗമായിട്ടായിരിക്കാം. കാരണം ഈ വ്യക്തിക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമാണ്. ആളുടെ ഒരു ജോബിന്റെ ഭാഗമായിട്ടും ആ വ്യക്തി ഒരുപാട് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഫാമിലിന്ന് വന്നിട്ട് ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, പല കാര്യങ്ങളും എവിടുന്ന് വന്നു, എന്ത് സിറ്റുവേഷന് വന്നു എന്നുള്ളത് ഒരുപാട് മനസ്സിൽ വെക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ ഒരു സ്മരണ ഉള്ള വ്യക്തി ആയിരിക്കണം. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? അവരുടെ ഒരു നേച്ചർ എങ്ങനെയാണ്, ഫിസിക്കൽ അപ്പിയറൻസ്, ജോബ്, എങ്ങനത്തെ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? ഒരുപാട് ഡ്രീം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വലിയ വിഷൻസ് ഉള്ള പേഴ്സൺ ആണ്, ഒരുപാട് ഫാന്റസൈസ് ചെയ്യുന്ന പേഴ്സൺ ആണ്. ഓക്കെ, നല്ലൊരു ക്ലിയർ വിഷൻ എപ്പോഴും അവർക്ക് അവരുടെ ഒരു ലൈഫിനെ പറ്റി, എന്ത് കാര്യത്തിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ വിഷൻ ഉള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, നാച്ചുറൽ ഹീലർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സെൽഫ് മോട്ടിവേറ്റർ ആണ്. അവര് പല കാര്യങ്ങളും വളരെ പ്രാക്ടിക്കൽ ആയിട്ട് എടുക്കും. ഓക്കെ, എന്ത് ചെയ്യുന്ന സമയത്തും അവിടുന്ന് എന്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നോക്കുന്ന ഒരു പേഴ്സൺ ആണ്. അത് ഈവൻ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ ഇമോഷൻസിന്റെ പേരിലല്ല അവർ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുക. ഇപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ആ ഒരു വ്യക്തി കാണുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾക്കും എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്കും ഡെഫിനറ്റ്ലി ഉള്ളത് കൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങൾ ചൂസ് ചെയ്യുക. കാരണം ഈ വ്യക്തി എന്ത് ചൂസ് ചെയ്യുന്ന സമയത്തും ആ വ്യക്തി ആ ഒരു ബെനിഫിറ്റ്സ് നോക്കുന്ന പേഴ്സൺ ആണ്. ഓക്കെ, സോ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ ഒരു വർത്ത് ഉണ്ടാവുന്നുണ്ട്. ഇത്ര പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ, ഇത്ര ലൈഫ് ഒരുപാട് സീരിയസ് ആയിട്ട് ഒരു കാണുന്ന ഒരു വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനത്തെ എന്തൊക്കെയോ ക്വാളിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, ജിം അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, ട്രെയിനർ ആയിരിക്കാം മേ ബി. ഓക്കെ, ജോബ് ഈ വ്യക്തിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ യങ് ഏജിലെ ഏൺ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. സ്പെഷ്യലി സ്വന്തമായിട്ടൊക്കെ ബിസിനസ്, സ്വന്തമായിട്ടുള്ള അവരുടെ ഒരു പാഷൻ അവരെ ഒരു ജോബ് ഒക്കെ ആക്കിയിട്ട് ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം, ബിസിനസ്. ഓൾറൈറ്റ്, സോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, കാരണം പല കാര്യങ്ങൾ അവർ പ്രാക്ടിക്കലി ചെയ്ത് ദീർഘവീക്ഷണം അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം അവര് എങ്ങനെയെങ്കിലും അവർക്ക് ലൈഫിൽ നടത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. ബിക്കോസ് അവർ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ മേ ബി അങ്ങനെ ആയിരിക്കാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഫിസിക്കലി മെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. എസ്പെഷ്യലി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മേ ബി അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, കാരണം അവരങ്ങനെ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. Alright, what you need to know about your future spouse? വളരെ ഫിസിക്കലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആൻഡ് ഈ വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. നിങ്ങളും ഫിസിക്കലി അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, നിങ്ങളും കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, നിങ്ങളും അങ്ങനെ എന്തെങ്കിലും ജോബൊക്കെ പാഷനായിട്ട് കാണുന്ന ഒരു വ്യക്തി ആയിരിക്കാം, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ആൻഡ് ദാറ്റ്സ് ദ റീസൺ ഈ ഒരു വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ലോങ് ഹെയർ അല്ലെങ്കിൽ അവരുടെ ഒരു ഹെയർ സ്റ്റൈലിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടായിരിക്കണം. ഈ വ്യക്തിയുടെ സ്കിന്ന്, ഈ വ്യക്തിയുടെ ഹെയറിനൊക്കെ നല്ല അട്രാക്ഷൻ ഉണ്ടായിരിക്കണം. വളരെ മോഡേൺ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചില കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യലി ഈ വ്യക്തിക്കും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുന്ന സമയത്തൊക്കെ വിഷമിച്ചിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തി പോയിട്ടുള്ള
ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കണം, അവിടുന്ന് അവർ ഓവർകം ചെയ്ത് ലൈഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും മേ ബി ഈ വ്യക്തിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളും പെട്ടെന്ന് വാക്കുകളിലൊക്കെ ഹേർട്ട് ആവുന്ന പേഴ്സൺ ആയിരിക്കാം. പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അത് വളരെ ഇമോഷണൽ ആയിട്ട് എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ, നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അത് കൗണ്ട്ലെസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസും അത് ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി എല്ലാം കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രെങ്ത് ഉള്ള പേഴ്സൺ എന്നല്ല പറയുന്നത്. പക്ഷെ അവർ പോയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം, എങ്ങനെ അവർക്ക് അവരിലേക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളതൊക്കെ അവർക്ക് വളരെ നന്നായിട്ട് ലൈഫ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഏത് സിറ്റുവേഷനിലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. Tip number 2, your future spouse. Okay. Tip number 2, ഈ വ്യക്തി ഏതെങ്കിലും ബീച്ച് ഏരിയ എന്ന് വരുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, കടൽ ഓർ വാട്ടർ കൂടുതലുള്ള ഏരിയ. ഓക്കെ, മേ ബി ഈ വ്യക്തി ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, ഒരുപാട് ബുക്സ് വായിക്കുന്ന പേഴ്സൺ ആയിരിക്കാം, എസ്പെഷ്യലി കടലിനോട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ റിസർച്ച് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഓർ ലോങ് ഡിസ്റ്റൻസ് ഓർ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, വേറെ കൺട്രി, എസ്പെഷ്യലി ബീച്ച് ഏരിയ, ബീച്ച്, സ്വിമ്മിങ്, വാട്ടർ ആക്ടിവിറ്റീസിലൊക്കെ ഒരുപാട് താല്പര്യമുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഓർ വെള്ളം കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഓർ വെള്ളം, മേ ബി വാട്ടർ സൈൻ ആയിരിക്കാം. ഈ വ്യക്തിയുടെ നെക്കിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ടോൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഓർ നെക്കിന് എന്തെങ്കിലും ഒരു പ്രത്യേകത, സൗണ്ടിന് എന്തെങ്കിലും പ്രത്യേകത, നിങ്ങൾക്ക് ഒരു ഗാംഭീര്യമുള്ള വോയിസ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഒരു മാസ്കുലൻ, എസ്പെഷ്യലി ഈ വ്യക്തി മെയിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസ്കുലൻ വോയിസ് ആ വ്യക്തിയുടെ വലിയൊരു അട്രാക്ഷൻ ആണ്. ആ വ്യക്തിയുടെ ഹെയർ, നെക്ക് ഒക്കെ വലിയൊരു അട്രാക്ഷൻ ആണ്. ആൻഡ് ഒരുപാട് ബുക്സ് വായിക്കുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരിക്കണം, ബുക്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരുപാട് ബുക്സ് വായിക്കുന്ന പേഴ്സൺ ആയിരിക്കണം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണും ആയിരിക്കാം. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആണ്, മേ ബി അവർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോബ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഓർ ഷിപ്പ്, വാട്ടർ ഒക്കെ റിലേറ്റഡ് ആയിട്ട് മറൈൻ റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. ഓക്കെ, ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എപ്പോൾ മീറ്റ് ചെയ്യും, എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരിക, ദാൻ നിങ്ങളൊരു മാരേജിലേക്ക് എന്നാണ് നിങ്ങളുടെ ഒരു കല്യാണം നടക്കുക എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള ഒരു സാധ്യത, ഓൾറെഡി നിങ്ങൾ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെരി സൂൺ, അതായത് 3 months ആയിരിക്കാം, 4 months ടൈം ആയിരിക്കാം, ഏപ്രിൽ മന്ത് ഒക്കെ ആവുന്ന സമയത്ത് ചില ആളുകൾ എന്തെങ്കിലും കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നുണ്ട് റിലേഷൻഷിപ്പില്. ഓക്കെ, സോ പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റിലേക്കാണ് ഈ ഒരു വർഷം വരുന്നുണ്ടായിരിക്കാം. ആൻഡ് ലേറ്റർ ആയിരിക്കാം നിങ്ങൾ ഒരു മാരേജിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലായിട്ട് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആവുന്നതായിരിക്കാം. ആൻഡ് ലേറ്റർ മേ ബി 1-2 വർഷത്തിന് ശേഷമായിരിക്കാം നിങ്ങൾ കല്യാണത്തിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ ഡെഫിനറ്റ്ലി വെരി സൂൺ നിങ്ങൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വെരി സൂൺ വരുന്നുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, so that is group number 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. hope you like this reading. Let's move to group number 3 now. Hey, group number 3, your future spouse. ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നെ പറ്റിയിട്ട് നിങ്ങൾ അറിയേണ്ടത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഒരുപാട് ഇന്റിമസി ആഗ്രഹിക്കുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, റൊമാൻറ്റിക് ആയിട്ടുള്ള ജസ്റ്റേഴ്സ്, ഓക്കെ, ഫ്ലേർട്ട്. ഓൾറൈറ്റ്, സോ ഈ ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് തരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് ഫ്രീ ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു ഗ്യാപ്പും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കാര്യം ഹൈഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ ഉള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി എങ്ങനെയാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അങ്ങനെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള വളരെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ഡീപ്പ് ആയിട്ടുള്ള ഫിസിക്കൽ ഇന്റിമസി ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, പ്ലേഫുൾനെസ്,
Laughter is the best therapy. Have some fun together and remember love is greatest healer. Okay, ഈ ഒരു വ്യക്തി ഒരുപാട് നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പേഴ്സൺ ആണ്. വളരെ മതിമറന്ന് സംസാരിക്കാനും ചിന്തിക്കാനും ചിരിക്കാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് സ്നേഹം കൊണ്ട്, ഈ ഒരു വ്യക്തിയുടെ ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും പരസ്പരം നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ ഉള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യാൻ മെയിൻ ആയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്തായിരിക്കാം നിങ്ങൾ വളരെ ഡീപ്പായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നിങ്ങളുടെ ഒരു ട്രൂ നേച്ചർ, നിങ്ങളുടെ ഓത്തന്റിക് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്തായിരിക്കാം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടാവുക, മനസ്സിലാക്കുന്നുണ്ടാവുക, എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത്ര കാലമായിട്ട് പറയാൻ മടിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തും ഓപ്പൺ ആയിട്ട് പറയാം എന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സന്തോഷം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ എന്റർടൈൻ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3, യുവർ ഫ്യൂച്ചർ സ്പൗസ്. ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഗ്രൂപ്പ് നമ്പർ 3, യുവർ ഫ്യൂച്ചർ സ്പൗസ് ഹൂസ് കമ്മിങ് ടുവേർഡ്സ് യുവർ ലൈഫ്. ആരാണ് നിങ്ങളുടെ ഭാവി വരൻ വധു? നിങ്ങളുടെ അടുത്ത സീരിയസ് റിലേഷൻഷിപ്പ്, അവരുടെ പേഴ്സണാലിറ്റി എന്താണ് ഈ വ്യക്തിയെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഗ്രൂപ്പ് നമ്പർ 3, യുവർ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, സോ മേ ബി ഈ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അനദർ 3 months ടൈമിൽ നിങ്ങൾ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, 3 days ആയിരിക്കാം, 3 weeks ആയിരിക്കാം. ഓക്കെ, മെയിൻലി 3 weeks or 3 months ടൈം. ബൈ മാർച്ച് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. എന്തെങ്കിലും ഒരു മൂമെന്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. മേ ബി ഈ വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളതല്ല, പക്ഷെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് മേ ബി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ പിന്നീടായിരിക്കും നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, ഈ വ്യക്തിയുടെ അടുത്ത് അങ്ങനത്തെ ഒരു പാഷൻ നിങ്ങൾക്ക് തോന്നുക, ഇതെന്റെ ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആണ്, ഒരു വൈഫ് മെറ്റീരിയൽ ആണെന്നുള്ളത്. സോ ആ ഒരു ഇനീഷ്യലി നിങ്ങൾ അത്ര ഒരു സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് എടുത്തോളണമെന്നില്ല, മെച്യൂർഡ് ആയിട്ട് കാര്യങ്ങൾ എടുത്തോളണമെന്നില്ല. ഓക്കെ, പക്ഷെ ഗ്രാജുവലി നിങ്ങൾ ഈ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കൾച്ചർ ഡിഫറെന്റ്, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറിൽ നിന്ന് വരുന്ന ആളായിരിക്കാം. ഓക്കെ, ഒന്നുകിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഫാമിലി വൈസ് എന്തെങ്കിലും വലിയ ഫാമിലി എന്നൊക്കെ വരുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വലിയ പൊസിഷൻസ് നിന്ന് വരുന്ന ആളുകളായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹ്യൂജ് ഡിഫറൻസ് മേ ബി നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം. അത് മേ ബി നിങ്ങളുടെ ഏജ് ഡിഫറൻറ്റും ആയിരിക്കാം, ഹൈറ്റ് ഡിഫറൻസ് ആയിരിക്കാം, ഫിസിക്കലി ഉണ്ടാവുന്ന ഡിഫറൻസ് ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകളൊക്കെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു, എങ്ങനെ കണക്ട് ആയി, എങ്ങനെ കല്യാണം കഴിച്ചു എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഡിഫറൻസ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അത്രൊരു ഇന്റിമസി, ഒരു അഡ്മിറേഷൻ തോന്നുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടൊരു മാരേജ് സിറ്റുവേഷനിലേക്ക് വരുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഏജ് ഡിഫറൻസ് മേ ബി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓൾറൈറ്റ്, ടിപ്പ് നമ്പർ 3, യുവർ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, മേ ബി ഈ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഓഫർ ആയിട്ടായിരിക്കാം, സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കാം. പക്ഷെ ആരെങ്കിലും ഒരാള് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആ ഒരു ഇനീഷ്യൽ ടൈമിൽ പ്രിപ്പയർ ആയിട്ടുണ്ടാവില്ല. എസ്പെഷ്യലി നിങ്ങളാണ് ഒരു കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എങ്കിൽ. ഓക്കെ, സോ രണ്ടുപേരും ഒരേ ടൈമിലായിരിക്കണം എന്നില്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ആ വ്യക്തി കുറച്ചുകൂടി സീരിയസ് ആണ്. ഓക്കെ, സീരിയസ് ആയിട്ടുള്ള ഓഫർ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾക്കൊരു പ്രപ്പോസൽ ആയിട്ട് വരുന്നതായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഹ്യൂജ് ഫിസിക്കൽ ഡിഫറൻസ് ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ വ്യക്തിയുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഉള്ള പേഴ്സൺ ആയിരിക്കാം. സോ മേ ബി റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ലൈഫിലുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, റിലീജിയസ് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പേഴ്സണും ആയിരിക്കാം. ഓക്കെ, മേ ബി ചില ആളുകൾക്ക് വളരെ റെയർ ആയിട്ട് എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, ലൈക്ക് എ പ്രീസ്റ്റ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു മേജർ റെസ്പോൺസിബിലിറ്റി കൂടെ ഉള്ള അയാളുടെ ജോബിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അയാൾ അങ്ങനത്തെ എന്തെങ്കിലും കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നൊരു
പേഴ്സൺ ആയിരിക്കാം. പക്ഷെ വളരെ സമ്പന്നമായിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള മൈൻഡ് സെറ്റോ റിച്ച് ആയിട്ടുള്ള ഫാമിലി സിറ്റുവേഷനോ വരുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 യുവർ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, സോ മേ ബി ഇത് നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, ഓർ നിങ്ങളായിരിക്കാം. എസ്പെഷ്യലി ഈ വ്യക്തി കുറച്ച് യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് ഒക്കെ മേ ബി ബ്രേക്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായിരിക്കും ഇനീഷ്യലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അത്ര സീരിയസ് ആക്കി എടുക്കുന്നുണ്ടാവില്ല. കാരണം അങ്ങനെ സീരിയസ് ആക്കി എടുക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള ഒരു ഏജ് ഗ്യാപ്പ് ആയിരിക്കാം. മേ ബി ഈ വ്യക്തി നിങ്ങളെക്കാളും യങ്ങർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. സോ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഫാമിലി ഡിഫറൻസ് ആയിരിക്കാം. ഓക്കെ, സോ ഇനീഷ്യലി നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ലെങ്കിൽ ഒരു സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ഈ ഒരു വ്യക്തിക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഫാന്റസൈസ് ഒക്കെ ചെയ്യുന്ന പേഴ്സൺ ആണ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള പേഴ്സൺ ആണ്. ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് മേ ബി ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ വ്യക്തിക്ക് ഒരുപാട് അഡ്മിറേഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ഒരുപാട് റിലേഷൻഷിപ്പ്. പക്ഷേ നിങ്ങളെടുത്ത് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ വ്യക്തി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 യുവർ ഫ്യൂച്ചർ സ്പൗസ്. ആരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്? ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? ഗ്രൂപ്പ് നമ്പർ 3 റിച്ച് മാൻ. ഓക്കെ, റിച്ച് ആയിട്ടുള്ള പേഴ്സൺ. ഫൈനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ എന്തെങ്കിലും ഒരു മേജർ ഭാഗത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേജർ കൾച്ചറിന്റെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ഇതൊക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഓർ എന്തെങ്കിലും ഒരു സൈക്കിക്, മേ ബി ഈ വ്യക്തി ഒരു സൈക്കിക് പേഴ്സൺ ആയിരിക്കാം, സൈക്കിക് എബിലിറ്റി ഉള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. അവർ അങ്ങനത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, വലിയ തറവാട്, വലിയ ഫാമിലി. ഓക്കെ, അല്ലെങ്കിൽ ഒരു റോയൽ സിറ്റുവേഷൻ ഒക്കെ വരുന്ന പേഴ്സൺ ആയിരിക്കാം. എസ്പെഷ്യലി എന്തൊക്കെയോ സൈക്കിക് ആയിട്ടുള്ള പവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 യുവർ ഫ്യൂച്ചർ സ്പൗസ്. മേ ബി ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്നത്, ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുന്ന ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് സീരിയസ് ആയിട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ മേ ബി ഉണ്ടായിരിക്കണം. ഗ്രൂപ്പ് നമ്പർ 3 ഡെഫിനറ്റ്ലി ഈ വ്യക്തി വളരെ ലക്കി ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ എന്തൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ കുറച്ച് സീരിയസ് ആക്കി എടുക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക്, എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു അട്രാക്ഷൻ ഡെഫിനറ്റ്ലി നിങ്ങളെടുത്ത് തോന്നുന്നതുകൊണ്ടാണ്. ഇറ്റ്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ആ വ്യക്തിക്ക് നിങ്ങളടുത്ത് തോന്നുന്നതുകൊണ്ടാണ്. കാരണം ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഈ വ്യക്തി നിങ്ങളിൽ സ്റ്റക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അത് ലൈക്ക് ഓൾ ഓഫ് സഡൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ കണ്ടിട്ട് ആ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെ എന്നല്ല. മേ ബി നിങ്ങൾ കാഷ്വൽ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യാണ്. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളിൽ കാണുന്നത് പോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ എന്തൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ ഏജ് വൈസ് ആയിരിക്കാം, നിങ്ങൾ കളർ ഡിഫറൻസ് ആയിരിക്കാം, ഫിസിക്കലി ഉള്ള ഡിഫറൻസ് ആയിരിക്കാം, കൾച്ചർ വൈസ് ഉള്ള ഡിഫറൻസ് ആയിരിക്കാം, ഡിഫറെന്റ് കൺട്രിന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളൊരു പെയിൻ ആയിട്ട് മാറുന്നുണ്ട്. മേ ബി ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുന്ന സിറ്റുവേഷൻ നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഒരു സമയത്ത് വിഷമം ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ഒട്ടും സീരിയസ് അല്ലാതെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഡീപ്പായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് അവിടുന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറുന്നത്. ഓക്കെ, സോ ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷമായിരിക്കാം നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവര് ഇത്ര കാലമായിട്ട് കണ്ടിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ പാറ്റേണോ അല്ല നിങ്ങൾ കൂടെ ഈ ഒരു വ്യക്തി കാണുന്നുണ്ടായിരിക്കും. കാരണം ഈ വ്യക്തി വളരെ റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ വളരെ റിച്ച് ആണ്. അയാളുടെ എന്ത് ലൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈവൻ റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള പേഴ്സൺ ആണ്. എല്ലാ കാര്യത്തിലും ഒരു സമൃദ്ധി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അങ്ങനെ അയാളെ കാണിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഈവൻ അയാളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ലൈഫ് സിറ്റുവേഷൻ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അയാൾ അങ്ങനെ നിൽക്കുന്ന പേഴ്സൺ ആണ്. പക്ഷെ നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് പിന്നീട് നിങ്ങളൊരു വേദനയാവുകയാണ് വ്യക്തിക്ക്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഓക്കെ, ആൻഡ്
നിങ്ങൾ വേണം എന്നുള്ള ഒരു തോന്നൽ ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഫ്യൂച്ചർ സ്പൗസിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. Tip number 3. Again, it's a confirmation. So, ഈ വ്യക്തി എന്തൊരു റോയൽ ഫാമിലി, റോയൽ സിറ്റുവേഷനിൽ വരുന്ന ഒരു പേഴ്സൺ, റിച്ച് പേഴ്സൺ, വെൽത്തി ആയിട്ടുള്ള പേഴ്സൺ. ഓക്കെ, സി ഒരുപാട് യാത്ര ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഒരു യാത്രയുടെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ കണ്ടിട്ടുണ്ടാവുക. ചില ആളുകൾക്ക് ഇത് ഡിഫറെന്റ് കൺട്രി, മേ ബി പാർട്ട് ഓഫ് ഈജിപ്ത്, ഓക്കെ, അല്ലെങ്കിൽ ആഫ്രിക്ക, ഓക്കെ, ആഫ്രിക്ക ഓർ മിഡിൽ ഈസ്റ്റ്. ഓക്കെ, ഇപ്പം നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് കൺട്രി എന്നുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മേ ബി ഈ വ്യക്തിയുടെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എസിലായിരിക്കാം. ഓക്കെ, എസ് ഓർ SSS, ഓക്കെ, ഓർ 555. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ ആയിരിക്കാം. ഈ വ്യക്തിയുടെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എസിലായിരിക്കാം. ഓൾറൈറ്റ്, ഏജ് ഡിഫറൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് വെൽത്ത് ഡിഫറൻസും. ഒരാൾ വളരെ റിച്ച് ആയിട്ടുള്ള സിറ്റുവേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പേഴ്സൺ ആണ്, കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു പേഴ്സൺ. ഗ്രൂപ്പ് നമ്പർ 3, യുവർ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, സോ മേ ബി നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു ടൈമിലായിരിക്കാം മേ ബി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, കാരണം ഈ വ്യക്തി എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ആ വ്യക്തിയുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. സോ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് ആളുകൾ കുറച്ചുകൂടെ സെൽഫായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് പോലെ അങ്ങനെയായിരിക്കാം മേ ബി ഈ വ്യക്തി നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൈമിൽ മീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ അവരുടെ ലൈഫിൽ അവരെന്തോ ഒരു സ്ട്രഗിൾ കൂടെ പോകുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ അവരിലേക്ക് കുറച്ച് സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് അവർ ഒരു പെയിൻ ആയിട്ട് നിങ്ങൾ വരുന്നുണ്ട്. സോ മേ ബി നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്സോ കൂടുതൽ റിയലൈസ് ചെയ്യുന്നതായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഓർ മേ ബി ലൈക്ക് ഈ വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് ഓൾറെഡി 2 years ടൈം ആയിരിക്കാം. ഇങ്ങനത്തെ ഒരു വ്യക്തി ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു 2 years ടൈമിനുള്ളിൽ നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്ര വർഷം ടൈം എടുക്കും എന്നുള്ളതല്ല, നിങ്ങൾ ആക്ച്വലി ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. ആൻഡ് അഗെയിൻ ലൈക്ക് നിങ്ങൾ സ്പ്ലിറ്റ് ആയി പോകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് അഗെയിൻ ഈ ഒരു വ്യക്തി നിങ്ങളെ റീകണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ലൈഫ് സിറ്റുവേഷൻ. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, your future spouse. So it's like a treasure. Okay, ഈ ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ട്രഷർ. മേ ബി സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ ആളുടെ ഒരു സ്കിൻ ടൈപ്പ്, ആളുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ, ഓക്കെ, സോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3, your future spouse. What you need to know about your future spouse. Okay, tip number 3. എസ്പെഷ്യലി നിങ്ങളൊരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി മേ ബി പല കാര്യത്തിലും സ്റ്റബേൺ ആയിട്ട് നിന്നിട്ടുള്ള വ്യക്തി ആയിരിക്കാം. ഓക്കെ, അവരുടേതായിട്ടുള്ള കാര്യത്തിൽ അവരുടേതായിട്ടുള്ള തീരുമാനം, അവരുടേതായിട്ടുള്ള ചില ഐഡിയാസ്, സ്റ്റൈലിലൊക്കെ ജീവിച്ചിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഈ വ്യക്തിയെ നിങ്ങൾ ആക്ച്വലി കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് പേഴ്സൺ ആക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ഒറ്റ പ്രാവശ്യം മീറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വരാ എന്നുള്ളതല്ല. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ്, നിങ്ങൾ എങ്ങനെയാണോ എന്നുള്ളത് ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരുന്നുണ്ട്. സോ അവർ കണ്ടിട്ടുള്ള ഒരു യൂഷ്വൽ ടൈപ്പ് ലേഡി ആയിരിക്കണം എന്നില്ല നിങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്, ഈ വ്യക്തിയെ നിങ്ങൾ അതുപോലെ നിങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ലൈഫിൽ അത്ര കാലമായിട്ട് മേ ബി അയാള് ഒരുപാട് പ്രൗഡായിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. അയാളുടെ രീതിയിൽ തന്നെ അയാൾ ഒരുപാട് പ്രൗഡായിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. സോ അയാൾക്ക് അതിലൊരുപാട് അഹങ്കാരം മേ ബി തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ, വലിയ കോൺഫിഡൻസ്, മേ ബി ഓവർ കോൺഫിഡൻസ് അയാൾക്ക് പല കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അയാളുടെ ലൈഫിൽ അത്രയും ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിന് ശേഷം ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത നിന്നിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലെക്സിബിൾ ആക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ മേ ബി ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3. Okay, you got a lot of cards. Group number 3.
ഇത് നിങ്ങളുടെ ലൈഫിലും ആയിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളായിരിക്കാം വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മേജർ ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, യുവർ ഫ്യൂച്ചർ സ്പൗസ് സൂൺ. ഓക്കെ, വെരി സൂൺ നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. അനദർ 6 months ടൈം. ഓക്കെ, ചില ആളുകൾക്ക് പെട്ടെന്ന് ഇത് സംഭവിക്കുന്നുണ്ട്. ഓർ അനദർ 6 months ടൈം. ഗ്രൂപ്പ് നമ്പർ 3, യുവർ ഫ്യൂച്ചർ സ്പൗസ്. ഗ്രൂപ്പ് നമ്പർ 3, യുവർ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, സോ ഈ വ്യക്തിയുടെ സംസാരത്തിന് എന്തെങ്കിലും പ്രത്യേകത ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. ചുണ്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം. എഗെയിൻ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് മേ ബി എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ എന്ന് വരുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ലൈക്ക് ഐ എം ഗെറ്റിംഗ് ദ മെസ്സേജ് ലൈക്ക് ആഫ്രിക്ക, ഓക്കെ, ഈജിപ്ത്. ഓക്കെ, സോ അവിടെ എന്തെങ്കിലും റോയൽ ആയിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും വളരെ കൾച്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആളുടെ ചുണ്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം. ഓക്കെ, സംസാരത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം. ഓക്കെ, ടോൾ ആൻഡ് ഷോർട്ട് കപ്പിൾ ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ഹ്യൂജ് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഇത് കൺട്രിയിൽ നിന്നാണോ അയാൾ വന്നിട്ടുള്ളത്, അതിൻ്റെതായിട്ടുള്ള ഒരു രൂപമൊക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ലൈക്ക് മേ ബി വെസ്റ്റേൺ കൺട്രി എന്നായിരിക്കാം, മേ ബി ആഫ്രിക്ക പോലത്തെ കൺട്രി ആയിരിക്കാം. ഓക്കെ, ഓർ എന്തെങ്കിലും ലൈക്ക് റോയൽ ഫാമിലി എന്ന് വരുന്ന ഒരു പേഴ്സൺ. ഓക്കെ, ഈ വ്യക്തിയുടെ ഹെയറിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾക്കുള്ള മെസ്സേജ്. വെരി സൂൺ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓർ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു പേഴ്സൺ അറിയാന്നുണ്ടെങ്കിൽ വെരി സൂൺ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എപ്പോഴും മനസ്സിലാക്കാം നിങ്ങൾ ആക്ച്വലി ഈ വ്യക്തി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.